നമസ്കാരം. ഹാക്കിംഗ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സിനിമകളിലെ ആ ഒരു ഇരുണ്ട മുറിയും അതിവേഗത്തിൽ ടൈപ്പ് ചെയ്യുന്ന ഹാക്കറേയുമാണ്, അല്ലേ? എന്നാൽ സത്യം പറഞ്ഞാല് അതൊക്കെ വെറും കെട്ടുകഥകളാണ്. ഇന്ന് നമ്മൾ ഓൺലൈനിൽ നേരിടുന്ന യഥാർത്ഥ ഭീഷണികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഇരുണ്ട മുറിയിലിരുന്ന് ലോകത്തെ ഏത് കമ്പ്യൂട്ടറും നിമിഷനേരം കൊണ്ട് ഹാക്ക് ചെയ്യുന്ന ആ സൂപ്പർ ഹാക്കർ. അയാളിൽ നിന്ന് നമ്മുടെ ഫോൺ ശരിക്കും അപകടത്തിലാണോ? നമ്മൾ കാണുന്ന സിനിമകളിലെ പോലെയാണോ യഥാർത്ഥ ഹാക്കിംഗ്? ഇതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. യഥാർത്ഥത്തില് സിനിമയും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സിനിമയിൽ കാണുന്ന ആ കറുത്ത സ്ക്രീനിലെ പച്ച കോഡുകളും നിമിഷങ്ങൾക്കുള്ളിൽ ഐ എം ഇൻ എന്ന് പറയുന്ന ഡയലോഗുമൊക്കെ ഒരു വശത്ത്. പക്ഷെ മറുവശത്ത് യഥാർത്ഥ ലോകത്തിലെ ഭീഷണികൾ വളരെ സിമ്പിളാണ്. ചിലപ്പോൾ അതൊരു സാധാരണ ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യാജ ലോഗിൻ പേജ്, എന്തിന് നിങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്ന ഒരു ഫോൺ കോൾ പോലും ഒരു ഹാക്കിംഗ് ടൂളാകാം. ചുരുക്കി പറഞ്ഞാൽ സങ്കീർണമായ കോഡുകളേക്കാൾ അവർ ലക്ഷ്യം വെക്കുന്നത് നമ്മളെയാണ്, നമ്മുടെ മനസ്സിനെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ സൈബർ തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഹാക്കർ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമ്മൾ അറിയണം. MITയിലെ ആ പ്രതിഭകൾ മുതൽ ഇന്നത്തെ കുറ്റവാളികൾ വരെ ആ ഒരു യാത്ര നമുക്കൊന്ന് നോക്കാം. അതായത് ഹാക്കർ എന്ന വാക്കിന് എപ്പോഴും ഒരു ചീത്ത പേരല്ലായിരുന്നു. 1960കളിൽ MITയിൽ ഒരു സിസ്റ്റത്തെ അതിന്റെ പരമാവധി കഴിവിലെത്തിക്കുന്ന ഒരു കിടിലൻ പ്രോഗ്രാമർക്കുള്ള ബഹുമതിയായിരുന്നു ഹാക്കർ എന്ന വിളി. പക്ഷേ 80കളായപ്പോഴേക്കും ഫോൺ നെറ്റ്വർക്കുകൾ ചൂഷണം ചെയ്യുന്ന ഫോൺ ഫ്രീക്കുകൾ വന്നതോടെ ഇതിന്റെ അർത്ഥം പതിയെ മാറാൻ തുടങ്ങി. 90കളിൽ KGB പോലെയുള്ള ഏജൻസികൾ സൈബർ ചാരപ്പണിക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ആ വാക്കിന് ഒരു ഇരുണ്ട മുഖം വന്നു. ഇന്ന് നോക്കിയാലോ, കുറ്റവാളികൾ മുതൽ കമ്പനികളെ സഹായിക്കുന്ന സുരക്ഷാ വിദഗ്ധർ വരെ എല്ലാവരെയും ഈ ഒരു വാക്കിൽ ഉൾപ്പെടുത്തുന്നു. ഇന്നത്തെ ഹാക്കർമാരെ നമുക്ക് പ്രധാനമായും മൂന്നായിട്ട് തിരിക്കാം. വൈറ്റ് ഹാറ്റ് ഹാക്കർമാർ. ഇവർ ശരിക്കും പറഞ്ഞാൽ നല്ലവരാണ്. കമ്പനികളുടെ അനുവാദത്തോടെ അവരുടെ സിസ്റ്റത്തിലെ സുരക്ഷാ പിഴവുകൾ കണ്ടെത്തിക്കൊടുക്കുന്നവർ. പിന്നെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർമാർ. ഇവരാണ് നമ്മൾ പേടിക്കേണ്ട കുറ്റവാളികൾ. എന്നാൽ ഇതിനിടയിൽ ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്, ഗ്രേ ഹാറ്റ് ഹാക്കർമാർ. ഇവർ ചിലപ്പോൾ നിയമം കയ്യിലെടുക്കും, പക്ഷെ ഉദ്ദേശം ഒരുപക്ഷെ നല്ലതായിരിക്കാം. ശരിയും തെറ്റും ഇടകലർന്ന ഒരു ലോകമാണ് ഇവരുടേത്. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുന്നത്? സങ്കീർണമായ കോഡിങ്ങോ ടെക്നോളജിയോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം. വളരെ ലളിതമായി മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ മുതലെടുക്കുന്ന ചില ട്രാപ്പുകളാണ് ഇതിന് പിന്നിൽ. ഒറ്റയടിക്ക് 40 ലക്ഷം രൂപ. ഒരു മണി ഡബ്ലിംഗ് തട്ടിപ്പിൽ ഒരാൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള തുകയാണിത്. നിങ്ങൾ വിചാരിക്കും വിദ്യാഭ്യാസമില്ലാത്തവരാകും ഇതിലൊക്കെ വീഴുന്നതെന്നല്ലേ? എന്നാൽ സത്യം അതല്ല. നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള ഉയർന്ന ശമ്പളം വാങ്ങുന്ന പ്രൊഫഷണലുകളാണ് പലപ്പോഴും പെട്ടെന്ന് പണമുണ്ടാക്കാമെന്ന വാഗ്ദാനങ്ങളിൽ വീണുപോകുന്നത്. ഇവരുടെ ഒരു രീതിയുണ്ടല്ലോ, അത് വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങളെക്കൊണ്ടൊരു ചെറിയ തുക നിക്ഷേപിപ്പിക്കും. ഒരു 500 രൂപന്ന് വെക്കാം. അത് പെട്ടെന്ന് തന്നെ 1000 രൂപയായി തിരിച്ചു തരും. നിങ്ങൾക്ക് സന്തോഷമാവും. പിന്നെ ഒരു 5000 രൂപ നിക്ഷേപിക്കാൻ പറയും. അതും കൃത്യമായി 10,000-ആയി തിരികെ കിട്ടും. ഇതോടെ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാവും. ശരിക്കും പണം ഇരട്ടിയാകുന്നൊരു സംഭവം. ഈ വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾ 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിക്കുന്ന നിമിഷം ആപ്പും പോകും, പണവും പോകും. ചിലപ്പോൾ കൂടുതൽ ടാക്സ് അടച്ചാൽ പണം കിട്ടുമെന്ന് പറഞ്ഞ് വീണ്ടും പറ്റിക്കാനും നോക്കും. അപ്പോ ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? എന്തുകൊണ്ടാണ് പോലീസിന് ഇത് കണ്ടെത്താൻ പറ്റാത്തത്? നിങ്ങൾ പണം ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്ന നിമിഷം അതവിടെ നിൽക്കില്ല. തൽക്ഷണം അത് ചെറിയ ചെറിയ തുകകളായി വിഭജിച്ച് ഡസൻ കണക്കിന് മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റും. ഈ അക്കൗണ്ടുകൾക്ക് പറയുന്ന പേരാണ് മ്യൂൾ അക്കൗണ്ടുകൾ. ചെറിയൊരു കമ്മീഷനു വേണ്ടി, അതായത് ഒരു 2500 രൂപയ്ക്കൊക്കെ വേണ്ടി സാധാരണക്കാർ തുറന്നുകൊടുക്കുന്ന അക്കൗണ്ടുകളാണിത്. അവസാനം ഈ പണമെല്ലാം കണ്ടെത്താൻ കഴിയാത്ത ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റി അപ്രത്യക്ഷമാകും. പിന്നെ അത് കണ്ടുപിടിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ്. ഇനി മറ്റൊരു തട്ടിപ്പ് കേട്ടോളൂ. നിങ്ങൾക്ക് പെട്ടെന്നൊരു കോൾ വരുന്നു. ഹലോ, കസ്റ്റംസിൽ നിന്നാണ്. നിങ്ങളുടെ പേരിൽ വന്നൊരു പാഴ്സൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതിൽ മയക്കുമരുന്നുണ്ട്. നിങ്ങളിപ്പോൾ വെർച്വൽ അറസ്റ്റിലാണ്. ഇത് കേൾക്കുമ്പോൾ ആരാണൊന്ന് ഭയന്നു പോകാത്തത്? ഈ ഭയത്തെയാണ് അവർ മുതലെടുക്കുന്നത്. കേസ് ഒഴിവാക്കാൻ പണം ആവശ്യപ്പെടും. നമ്മൾ ആ വെപ്രാളത്തിൽ ചിലപ്പോൾ പണം അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതുവരെയുള്ള തട്ടിപ്പുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ പ്രശ്നം നമ്മുടെ ഫോണോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ അതിലെ സോഫ്റ്റ്വെയറോ അല്ല. ഏതൊരു സുരക്ഷാ സംവിധാനത്തിലെയും ഏറ്റവും ദുർബലമായ കണ്ണ് അത് നമ്മൾ തന്നെയാണ്.
ഒരു ഉദാഹരണം പറയാം. വർഷങ്ങളുടെ അനുഭവപരിചയമുള്ള ഒരു സൈബർ സുരക്ഷാ വിദഗ്ധൻ. അദ്ദേഹത്തിന് ഒരു ഇമെയിൽ വന്നു. 50% ശമ്പളം കൂട്ടിയിരിക്കുന്നു എന്നായിരുന്നു അതിൽ. അദ്ദേഹം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, വിവരങ്ങൾ നൽകി. പക്ഷെ അതൊരു കെണിയായിരുന്നു. സ്വന്തം കമ്പനി തന്നെ ജീവനക്കാരുടെ ജാഗ്രത പരിശോധിക്കാൻ വെച്ച ഒരു ടെസ്റ്റായിരുന്നു അത്. അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, എത്ര വലിയ വിദഗ്ധനാണെങ്കിലും നമ്മുടെ വികാരങ്ങളെ തൊട്ടാൽ ആരും വീണുപോകാം. അതായത് തട്ടിപ്പുകാർ നമ്മുടെ 4 വികാരങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. 1 അത്യാഗ്രഹം, പെട്ടെന്ന് പണമുണ്ടാക്കാമെന്നുള്ള ആഗ്രഹം. 2 ഭയം, അറസ്റ്റ് ചെയ്യും, കേസാകുമെന്നൊക്കെയുള്ള പേടി. 3 തിടുക്കം, ഈ ഓഫർ ഇപ്പ തീരും, ഇപ്പ ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ധൃതി പിടിപ്പിക്കുന്നത്. 4 വിശ്വാസം, നമ്മുടെ ബാങ്കിൽ നിന്നാണെന്നോ ഓഫീസിൽ നിന്നാണെന്നോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്താണെന്നോ നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ ഉപയോഗിച്ച് അവർ നമ്മുടെ ലോജിക്കൽ ചിന്തയെ മറികടക്കും. നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ബാങ്കിൽ പൈസയൊന്നുമില്ല, എന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്, എനിക്കൊന്നും ഒളിക്കാനില്ല എന്ന്. ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടാൽ അതിലെ കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ അച്ഛനമ്മമാരെയോ സുഹൃത്തുക്കളെയോ അവർക്ക് തട്ടിപ്പിനിരയാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ മാത്രമല്ല, നിങ്ങളുടെ ഐഡന്റിറ്റിയും വളരെ വിലപ്പെട്ടതാണ്. ശരി, ഇത്രയും നേരം നമ്മൾ ഭീഷണികളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം? ഏറ്റവും നല്ല ആന്റിവൈറസ് ഏതാണ്? ഉത്തരം വളരെ സിമ്പിളാണ്. ഏറ്റവും നല്ല ആന്റിവൈറസ് നമ്മുടെ സ്വന്തം അറിവും ജാഗ്രതയുമാണ്. സത്യസന്ധമായൊരു ചോദ്യം ചോദിക്കട്ടെ. സ്പോട്ടിഫൈ, ഫോട്ടോഷോപ്പ് പോലുള്ള പെയ്ഡ് സോഫ്റ്റ്വെയറുകളുടെ ക്രാക്ഡ് വേർഷൻ, അതായത് സൗജന്യമായി കിട്ടുന്ന പതിപ്പുകൾ, നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? പണം ലാഭിക്കാമല്ലോ എന്ന് കരുതി നമ്മൾ പലരും അത് ചെയ്യാറുണ്ട്. പക്ഷെ ആ സൗജന്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് സൗജന്യമായി കിട്ടുന്ന ഈ ക്രാക്ഡ് ആപ്പുകൾക്കുള്ളിൽ ചിലപ്പോൾ വൈറസുകളോ മാൽവെയറുകളോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. അതുമാത്രമല്ല, നിങ്ങളുടെ ഫോട്ടോകൾ, കോൺടാക്റ്റുകൾ, ലൊക്കേഷൻ ഇതിലേക്കൊക്കെ ആക്സസ് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ക്യാമറയും മൈക്രോഫോണും വരെ അവർക്ക് ഓൺ ചെയ്യാൻ സാധിച്ചേക്കാം. പോരാത്തതിന് ഇതിന് സെക്യൂരിറ്റി അപ്ഡേറ്റുകളും കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഓർത്തുക, ഒരു സാധനം ഫ്രീ ആയി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമറല്ല, നിങ്ങൾ തന്നെയാണ് അവിടുത്തെ പ്രൊഡക്റ്റ്. നിങ്ങളുടെ ഡാറ്റയാണ് അവർക്ക് വേണ്ടത്. ഇനി ഭീഷണികളെല്ലാം സോഫ്റ്റ്വെയറുകളിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ മാത്രമല്ല വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനുള്ള ഏറ്റവും വലിയ ഭീഷണി കാണാൻ ചിലപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതൊരു സാധാരണ മൗസാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതൊരു ഹാക്കിംഗ് ടൂളാണ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താൽ വിദൂരത്തിരുന്ന ഒരാൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും. നിങ്ങൾ തൊടാതെ തന്നെ നിങ്ങളുടെ ആന്റിവൈറസ് ഓഫ് ചെയ്യാനും പാസ്വേഡുകൾ മോഷ്ടിക്കാനും വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യാനുമൊക്കെ ഇതിന് സാധിക്കും. ഒരു സമ്മാനമായിട്ടോ മറ്റോ ആണ് ഇത് നിങ്ങളുടെ കയ്യിലെത്തുന്നതെങ്കിലോ? അപ്പോ എങ്ങനെ സുരക്ഷിതരായിരിക്കാം? വലിയ ടെക്നിക്കൽ അറിവൊന്നും വേണ്ട, കുറച്ച് ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഒഫീഷ്യൽ ആപ്പ് സ്റ്റോറുകളിൽ നിന്നും മാത്രം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. വിശ്വസിക്കാൻ പറ്റാത്തത്ര നല്ല ഓഫറുകൾ കണ്ടാൽ ഒന്ന് സംശയിക്കുക. OTP, പാസ്വേഡ് ഇതൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്യരുത്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുക. ഒരു മ്യൂസിക് ആപ്പിന് നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ എന്തിനാണെന്നൊന്ന് ചിന്തിക്കുക. ഇനി അഥവാ തട്ടിപ്പിനിരയായാൽ നാണക്കേട് വിചാരിച്ചു മിണ്ടാതിരിക്കരുത്, ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓർക്കുക, ഏറ്റവും ശക്തമായ സെക്യൂരിറ്റി ഉപകരണമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അല്ല, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജാഗ്രതയാണ് ഏറ്റവും വലിയ കവചം. അപ്പോ ഈ കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ ഏത് ഓൺലൈൻ ശീലത്തിലാണ് നിങ്ങൾ ഒരു മാറ്റം വരുത്താൻ പോകുന്നത്? അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് തന്നെ സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ഈ വിശകലനത്തിൽ എന്റെ കൂടെ ചേർന്നതിന് എല്ലാവർക്കും നന്ദി.